നമസ്കാരം, ഞാൻ ലിയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ ഭയങ്കര ടെൻഷനിലാട്ടോ. കാരണം ഞാൻ അവിടെ ഇരുന്ന് ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയമായി വേഗം കയറിക്കോളാൻ പറഞ്ഞത്. ഈ പെട്ടെന്ന് കയറിയതുകൊണ്ട് കൗണ്ടർ തെറ്റിപ്പോവോ കണ്ടന്റ് മറന്നു പോവോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. പക്ഷെ എൻ്റെ പഴംപൊരി ആരെങ്കിലും എടുക്കുമോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴേ എന്നോട് എല്ലാവരും പറയും, ലിയേ നീ നിന്റെ കുട്ടിക്കളിയൊക്കെ നിർത്തി കുറച്ചുകൂടെ മെച്ചൂർഡ് ആവണമെന്ന്. പിന്നെ അങ്ങനെ മാറ്റാനും മറക്കാനൊക്കെ പറ്റുന്നതാണോ നമ്മുടെ കുട്ടിക്കളിയും കുട്ടിക്കാലവും ഒക്കെ? തക്കം കിട്ടിയാൽ ഒന്നുകൂടെ കുട്ടിക്കാലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ രമേശ് ചേട്ടാ? പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഈ കുട്ടിയായിട്ടിരിക്കുക എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ദൈവമേ എന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ പെട്ടെന്ന് ആക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ആന്ന് പറ. ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല, വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല. അവര് കരച്ചിൽ മാത്രമുള്ള അവർക്കൊരു വഴി. ദേഷ്യം വന്നാലും വിശന്നാലും വേദന എടുത്താലും ഒരേ ടോണിലുള്ള കരച്ചിലാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കാലിന്റെ അടി ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ അമ്മ വന്ന് പാല് തരും. ഉറുമ്പ് കടിച്ച് വേദനിച്ചിട്ട് കരയുമ്പോൾ അമ്മ പാട്ട് പാടി ഉറക്കും. ഇനിയിപ്പോൾ തണുത്ത് വിറച്ചിട്ടാണ് കരയുന്നെങ്കിൽ എൻ്റെ ചക്കുടൂന് കുളിക്കണോടാ എന്ന് പറഞ്ഞ് ആ പച്ച വെള്ളത്തിൽ മുക്കി അങ്ങ് എടുക്കും. എന്തൊരു കഷ്ടമാണല്ലേ. ഈ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോഴേ മണ്ണിരയെ നൂഡിൽസ് ആക്കിയതും മിന്നാമിന്നിയെ ചെളി തലകുത്തി നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ സീരിയൽ സെറ്റാന്ന് പറഞ്ഞതുമായിട്ട് ഇഷ്ടംപോലെ കഥകളുണ്ടാവും. എനിക്കും ഉണ്ട് ജീവികളുമായിട്ട് ഒരു ബന്ധം. കാരണം പണ്ട് നാട്ടിലെ ഒരൊറ്റ കോഴിയെ പോലും മനസമാധാനമായിട്ട് മുട്ടയിടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ ശാപം കൊണ്ടാണോന്നറിയില്ല, അതിനുശേഷമുള്ള സകല പരീക്ഷയിലും ആ കോഴി ഇടുന്നതിനേക്കാൾ വലിയ മുട്ട എനിക്ക് കിട്ടാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഇണചേർന്ന് നിൽക്കുന്ന ജീവികളോടാണ് ദേഷ്യം. ഈ ഡബിൾ ഡക്കർ ബസ് പോലെ ഇണചേർന്ന് പോകുന്ന തേരട്ട, ഉപ്പുജാതി തുടങ്ങി കന്നിമാസം പോലും 2 പട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല. അവൻ ഓടിച്ചു വിടും. ഇപ്പൊ കൊല്ലം 10 കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെതായ കാരണം കൊണ്ട് അവന് കുട്ടികളില്ല. അപ്പോൾ ജോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞത് ഈ ജീവികളുടെയൊക്കെ ശാപമാണെന്നാ. അതിനും വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം ഇപ്പം അവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ സിംഗിളായി പോകുന്ന തേരട്ടയൊക്കെ പിടിച്ച് കാലിൽ സൂപ്പർ ഗ്ലൂ തേച്ച് മറ്റൊന്നിൻ്റെ മേലെ ഒട്ടിച്ച് ഡബിളാക്കുക. കന്നിമാസം ആവുമ്പോൾ പട്ടികൾക്ക് ഇണചേരാൻ വേണ്ടി മണിയറയൊരുക്കുക. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓരോ വീട്ടിലും അത്യാവശ്യത്തിന് ദാരിദ്ര്യം ഉണ്ട് എന്ന ഒരു അംഗൻവാടി തുടങ്ങാനുള്ള പിള്ളേരും ഉണ്ട്. ഈ കുട്ടികളുള്ളത് കൊണ്ടാണോ ദാരിദ്ര്യം, അതോ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണോ കുട്ടികൾ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാശുണ്ടാക്കാൻ പഠിക്കാത്ത ഇവര് അറ്റ്ലീസ്റ്റ് മനസ്സിനൊരു കടിഞ്ഞാണിടാനെങ്കിലും പഠിക്കണമായിരുന്നു. പണ്ടൊക്കെ 10-12 മക്കളുള്ളിടത്തെ ആദ്യത്തെ കുട്ടിക്ക് ഇട്ട പേര് തന്നെ ചിലപ്പോൾ മാറി മറന്നുപോയിട്ട് 5ാമത്തെ 6ാമത്തെ കുട്ടിക്കൊക്കെ കിട്ടുമെന്ന് വരും. അതുപോലും ഒരു പ്രശ്നമല്ല. എന്നാൽ ഇന്ന് ആകെയുള്ള ഒരു കൊച്ചിന് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ തുടക്കം വെച്ച് പേരിടണോ എന്നുള്ളതാണ് പ്രശ്നം. നിമ്മീന്ന് പേരുള്ള എൻ്റെ കൂട്ടുകാരിയും പവിത്രൻ എന്ന് പേരുള്ള അവളുടെ ഭർത്താവും കൂടെ കൊച്ചിന് നിപ്പാന്ന് പേരിടുമോ പനീന്ന് പേരിടുമോ എന്നുള്ള കൺഫ്യൂഷനില്ല. അപ്പോൾ ഞാനവരോട് പറഞ്ഞേ, നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് സാമൂഹിക അകലം പാലിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ നിപ്പയുടെ പനിയുടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരും ഞങ്ങളും ഒക്കെ വളർന്നത് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയേ. അതെ, റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി തന്നിട്ടേ. എൻ്റെ അമ്മയുടെ സൂപ്പർ മാർക്കറ്റും ലുലു മാളും ഒക്കെ ആയിരുന്നു റേഷൻ കടയും മാവേലി സ്റ്റോറും. ഞാൻ അവിടെ നിൽക്കാത്ത ക്യൂ ഇല്ല, കാണാത്ത ആൾക്കാരില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സെലിബ്രിറ്റീസ് ഒക്കെ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ അമ്മയ്ക്ക് റേഷൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് BPL കാർഡ് കിട്ടുമ്പോൾ. എന്തിന്? ഷീറ്റിട്ട വീടിന് BPL കാർഡും കൂടെ 5 കിലോ അരി എക്സ്ട്രായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വാർപ്പ് വീട് പൊളിച്ച് ഷീറ്റിട്ട ആളാണ് എൻ്റെ അമ്മ. സാധാരണ അമ്മമാരൊക്കെ മക്കളോടെ മോളെ തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ സലീം കുമാർ ഏട്ടൻ്റെ ഡയലോഗായ മോളെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങല്ലേ എന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ പറയും എനിക്ക് സെലിബ്രിറ്റി ക്രഷ് ഉണ്ട്, എനിക്ക് കോളേജ് ക്രഷ് ഉണ്ട്, എനിക്ക് ക്യാമ്പസ് ക്രഷ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് റേഷൻ കടയിൽ കുറേ ക്രഷ് ഉണ്ടായിരുന്നു. അതെ, എല്ലാ മാസവും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന ആൾ. അതിന് പുറമെ ഒരു ബസ്സിലൊരു ക്രഷ് ഉണ്ടായിരുന്നു. ആ ക്രഷ് പതുക്കെ ലവിലോട്ടെത്തി. അത് എൻ്റെ ഷെയർ ലിസ്റ്റിലെ 3ാമത്തെ ആളായത് കൊണ്ടല്ല, എനിക്കെന്തോ ആളെ കണ്ടപ്പോൾ പെട്ടെന്നൊരു ഫീലിങ്സ് തോന്നി. ഞാൻ ശരിക്കും ആളെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഫീലിങ്സ്. ഞാൻ ഏതോ മായാ ലോകത്തൊക്കെ എത്തിയൊരവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു അത് പ്രേമത്തിൻ്റെയാണ്. പിന്നെ മനസ്സിലായത് അവൻ വലിച്ച എന്തിൻ്റെയോ പുകയടിച്ചിട്ടാന്ന്. അവൻ്റെ ബുദ്ധിയെക്കുറിച്ച് ഒരൊറ്റ വാക്കി പറയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലാതെ A+ എന്നൊരു ചിഹ്നം അവന് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അമ്മേ പ്രേമം പവിത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രേമിച്ചാൽ നിന്റെ 16 ആണെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പ്രേമം അങ്ങ് നിർത്തി.
അല്ലേലും എൻ്റെ അമ്മയെ ഇമാതിരി വഴിതെറ്റിച്ച് വിടുന്നത് എൻ്റെ അമ്മയുടെ സുഹൃത്തും വഴികാട്ടിയുമായ അപ്പുറത്തെ വീട്ടിലെ അമ്മായിയാണ്. അമ്മായിയെ കുറിച്ച് പറയണമെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മായി പറഞ്ഞു, അയ്യോ വിദേശത്തൊന്നും പോയി പഠിക്കാൻ പറ്റൂല, നീ PSC പോയി പഠിച്ചാൽ മതിയെന്ന്. PSC ക്ലാസ്സിന് പോയപ്പോൾ ആദ്യത്തെ ചോദ്യം, രാഘവന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ അനിയത്തിയാണ് രമ, രമയുടെ ഭർത്താവിന്റെ കൂട്ടുകാരനാണ് രാഘവൻ, എങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? സത്യം പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ചാൽ തന്നെ ഞാൻ വഴിതെറ്റിപ്പോകും. പക്ഷേ ഈ അമ്മായിക്ക് മാത്രമേ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാലേ, അമ്മായി കാണുന്ന സീരിയലിൽ ഇതിനേക്കാളും കോംപ്ലിക്കേഷൻ ഉണ്ട്. അച്ഛൻ ആരാന്ന് മോൾക്കറിയില്ല, മോളാരാന്ന് അച്ഛനറിയില്ല, ഇവർ രണ്ടുപേരെയും അമ്മയ്ക്കറിയില്ല. പക്ഷേ പട്ടുസാരി എടുത്ത് പാത്രം കഴുകുന്നതാണ് നായിക എന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ സീരിയലിന് അഡിക്റ്റ് ആയിരുന്നു. സാധാരണ കുട്ടികളൊക്കെ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോൾ ഞാൻ കുങ്കുമപ്പൂവ് കറുത്തമുത്ത് വെളുത്ത പൊട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. ഈ ആൻറ്റിക്ക് ഒരു ദുശീലം കൂടി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ത്യാഗം സഹിച്ചാലും അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഫുൾ ടൈം അങ്ങോട്ട് നോക്കിയിരിപ്പാണ്. ഈ പുള്ളിക്കാർ ഇങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, കുടുംബശ്രീയിൽ ആഴ്ചയ്ക്ക് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ പറയാൻ കണ്ടന്റ് വല്ലതും വേണമല്ലോ, അതുകൊണ്ടാണ്. 2-3 ആഴ്ചയായിട്ടേ കയ്യിലുള്ള നുണയുടെ സ്റ്റോക്ക് തീർന്നു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാർ 2-3 ആഴ്ചയായിട്ട് ലീവാ. അതിനാണ് ഇപ്പൊ ഈ എത്തിനോട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദിവാകരൻ ചേട്ടന്റെ വീട്ടിൽ വൻ പ്രശ്നം. ഈ ദിവാകരൻ ചേട്ടൻ്റെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രശ്നമൊക്കെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് അങ്ങിട്ടു. എനിക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ അതിരുന്ന് കാണുമായിരുന്നു കേട്ടോ. പുള്ളിക്കാർ കയറി വന്നിട്ട് ചോദിച്ചു, മോളെ ഇതാ ഇന്നലെ നടന്ന ദിവാകരൻ വീട്ടിലെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ അതെ അമ്മായി. എൻ്റെ മോളെ, ഇത്രയും ക്ലിയർ ആയിട്ട് അവൻ ഇതെല്ലാം ഈ മൊബൈലിൽ ഇടുമെങ്കിൽ ഞാൻ ഏന്തി വലിച്ച് നോക്കണ്ട ഒരു കാര്യം ഇല്ലായിരുന്നല്ലോടി മോളെ. ഈ അമ്മായി സത്യം പറഞ്ഞാൽ ദിവാകരൻ ചേട്ടൻ്റെ വീട്ടിലേ ഈ പ്രശ്നം നടക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ദിവാകരൻ ചേട്ടൻ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റാണ് ദിവാകരൻ ചേട്ടൻ്റെ മെയിൻ. അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാർ റോഡിലൊക്കെ AI ക്യാമറ വെച്ചു എന്നും പറഞ്ഞ് ഭാര്യ അറിയാതെ വീട്ടിലൊരു AI ക്യാമറ വെച്ചു. നോക്കുമ്പോണ്ട് റോഡിലെ ക്യാമറയിൽ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാണ്ട് ചിലർ പോകുന്നു, വീട്ടിലെ ക്യാമറയിൽ ഹെൽമെറ്റും ഇട്ട് ബെൽറ്റ് ഇല്ലാതെ ആരൊക്കെയോ പോകുന്നു. അതോടുകൂടിയാണ് അവിടെ പ്രശ്നം തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അമ്മായും ദിവാകരൻ ചേട്ടനും മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ നാട്ടുകാർ മൊത്തത്തിൽ ഇങ്ങനെയാണ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരോടൊക്കെ ചോദിക്കും, ജോലി ആയില്ലേ, കല്യാണം ആയില്ലേന്ന്. ഇനി കെട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും, കുട്ടിയായില്ലേന്ന്. കുട്ടിയായ ഇതിനൊരു കൂട്ട് വേണ്ടേ, തുണ വേണ്ടേന്ന്. ഈയിടയ്ക്ക് ഇന്ത്യ ജനസംഖ്യയിൽ 1ാമത് എത്തിയില്ലേ? മറ്റൊന്നുമല്ല കാരണം, ഇമാതിരി ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ അമ്മായും അമ്മാവനും ഈ നാട്ടുകാരും ഒക്കെ ഒരു സൈക്കോ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കല്യാണം കഴിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. ഇവർക്ക് വല്ല കല്യാണാലോചനയായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നാട്ടിലെങ്ങും ഇല്ലാത്ത കുറ്റം പറഞ്ഞ് ഇത് മുടക്കുകയും ചെയ്യും. ഇവർ ശരിക്കും പറയുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് ടിക്കറ്റ് പോലും എടുക്കാത്ത സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന പോലെയാണ് ഇവർ കുറ്റം പറയുക. അതായത് ചെറുക്കൻ്റെ പ്രൊഡ്യൂസർ പണ്ടേ വൃത്തികെട്ടവനാണ്, മനസ്സിലായില്ലേ, തന്തയ്ക്ക് വിളിച്ചതാ. പിന്നെ ഡയറക്ടർ ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വിടാത്തതുകൊണ്ട് വഴി തെറ്റിക്കിടക്കുകയാണ്, അമ്മയെ പറഞ്ഞതാ. പിന്നെ ഇതിന്റെ കഥയിൽ വല്ല കാമ്പും ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിച്ചടിച്ച് കാമ്പൊക്കെ പോയി കിടക്കുകയാണ്, അത് അവനെ തന്നെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് മുടക്കിക്കളയും. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടുകാരിൽ വരെ എത്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ നാട്ടുകാർ നല്ല ഫ്രഷ് കണ്ടന്റ് ആണല്ലോ എന്ന്. പക്ഷേ ബാംഗ്ലൂർ ഡേ സിനിമയിലെ പാർവതി ചേച്ചി പറയുന്ന പോലെ ഓരോരോ ജനലിലൂടെയുള്ള കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ എൻ്റെ വീടിൻ്റെ ജനലിലൂടെ ഞാൻ നോക്കിയപ്പോൾ കണ്ട നാട്ടുകാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലേലും മസനഗുടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ സ്വന്തം വീടിൻ്റെ ജനാലയിലൂടെ അപ്പുറത്തെ വീട്ടിലേക്കുള്ള കാഴ്ച അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ലിയയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ലിയയുടെ കഥകൾ എല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാഡ് മൂഡിലാണെങ്കിൽ കൂടി ഇത് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളതൊക്കെ മറക്കും. പിന്നെ കോൺസെൻട്രേഷൻ ലിയയുടെ പെർഫോമൻസിലും കഥകളിലുമാണ്. അടിപൊളിയായിട്ട് ഗംഭീരമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രമേശേട്ടാ, ലിയ വളരെ ആയാസരഹിതമായി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസമായിട്ട് തോന്നുന്നത്. ലിയ അങ്ങനെ ഇതിനു വേണ്ടി ഒരു സ്ട്രെയിൻ എടുക്കുന്നതായിട്ടോ സൈമിൾട്ടേനിയസ് ആയിട്ട് ആലോചിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതിനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കുമല്ലോ, അതൊന്നും ചെയ്യുന്നതായിട്ടോ ഒന്നും തോന്നാതെ തന്നെ അത്യാവശ്യം നല്ലോണം അറ്റൻഷൻ എവിടെയും പോകാതെ ആൾക്കാർ അറ്റൻഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ച് പറഞ്ഞു പോകാൻ ലിയയുടെ പ്രകടനങ്ങൾക്ക് പറ്റുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ എപ്പോഴും ഒരാളുടെ ഒരു പെർഫോമൻസ് നമുക്ക് കൂടുതൽ രസകരമാകുന്നത് അയാളുടെ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഇന്ന് നന്നായി, നാളെ മോശമായി, മറ്റന്നാൾ കുറേ നന്നായി, മറ്റന്നാൾ ഒട്ടും താഴെ പോയി. ലിയ ഒരു എബോവ് ആവറേജ് കൺസിസ്റ്റന്റ് പെർഫോമറാണ് എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. ഗംഭീരമായി പ്രകടനം കേട്ടോ. ലിയ,
അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ലിയ വരാൻ വേണ്ടി കാത്തിരിക്കടോ. അതെ. അത്രയും സന്തോഷാണ് ലിയ വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഡയന പറഞ്ഞത് വളരെ സത്യ. നമ്മള് കുറച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ലിയ പറയണ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ വളരെ സരസമായി എല്ലാ കാര്യങ്ങളെയും പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റുമായിട്ട്, അത് വലിയൊരു ശക്തി തന്നെയാണ് കേട്ടോ. ലിയ എഴുതണ ഓരോ സ്ക്രിപ്റ്റിനും ഭംഗി കൂടി 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 വരികയാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയാണ്. ലിയ ഇപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഋഷി പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൂടി നമ്മൾ ഗ്രോ ചെയ്യുക എന്നുള്ളത്. അതിന് ലിയയ്ക്ക് പറ്റട്ടെ. അതുപോലെ ഇഷ്ടമായതാണ് റീസണിങ്. PSC ചോദ്യങ്ങൾ, റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് വലിയ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ അതിലൊരു ഒബ്സർവേഷൻ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. ചിന്തിച്ചാൽ വഴിതെറ്റെന്ന് മാത്രല്ല, അമ്മായി സീരിയൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ അമ്മായിക്ക് അത് ഉത്തരം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ആൻസർ ആണ് ലിയക്കുള്ളത്. അപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് എപ്പോഴും ചിന്തിക്കാൻ പറ്റട്ടെ. സീരിയൽ കാണുന്ന കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു എളിമ ഉണ്ടായിരുന്നു. എളിമ ഇപ്പോഴും ഉണ്ട്. എളിമ സീരിയൽ ഒരു വൈകുന്നേരം 6 മണി മുതൽ ഒരു 10 മണി വരെ സീരിയൽ കാണും. അത് കണ്ട് ഇപ്പൊ ഏതൊക്കെ കഥയാണ് ഏതൊക്കെയാണെന്നൊന്നും അറിയാൻ പാടില്ല. ഈ ചില ഇതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് പറയും, ഇവൻ ഇതിനകത്ത് ഇന്നലെ പോലീസാണെന്നല്ലോ, ഇപ്പൊ എന്താ ഇവൻ ജയിലിൽ കിടക്കണേ. ഇത് 2 കഥയാണ്. എളിമയ്ക്ക് അറിഞ്ഞൂടാ ഇത് രണ്ടും 2 കഥയാണെന്നുള്ള കാര്യം. എളിമ ആളെ നോക്കണേ. ഈ ആളെ നോക്കുമ്പോൾ ഈ ആൾ ഇന്നലെ പോലീസായിരുന്നു, ഇപ്പൊ എന്താ ഇവൻ ജയിലിൽ കിടക്കണേ, അങ്ങനെ ചോദിക്കണം. അപ്പൊ എല്ലാ കഥയും കൂടി ഒറ്റ കഥയായിട്ടാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. ഞാനിപ്പോ ഈ 3 കഥ ചേർത്ത് ഒറ്റ കഥ പറയൂലേ എന്ന് പറഞ്ഞാൽ 10 സീരിയലും കൂടി ഒറ്റ കഥയായിട്ടാണ് കാണണേ. ഇപ്പൊ അങ്ങനെ ചില സീരിയൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എല്ലാം കൂടി ഒറ്റ കഥയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ പോപ്പുലർ സീരിയല് അതിന്റെ ക്ലൈമാക്സ് നാളെയാണ്. നാളത്തെ ഒരു ദിവസം കൊണ്ട് ഈ സീരിയൽ തീരുകയാണ്. അപ്പൊ അതിന്റെ പ്രൊമോ ഇട്ടടിക്കുകയാണ്, ഇന്നറിയാം എന്ത് സംഭവിക്കുമെന്ന് എന്നൊക്കെയുള്ള മ്യൂസിക് ഒക്കെ നടക്കുമ്പോൾ എൻ്റെ ഒരു 4 വീട് അപ്പുറത്തുള്ള ഒരു സ്ത്രീ ഉച്ചയോടുകൂടി എൻ്റെ അടുത്ത് വന്നു. പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ്? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടല്ലോ, ആ ആശാ ശരത്തിനോടൊന്ന് വിളിച്ച് ചോദിക്കണം ഇത് എങ്ങനെയാ തീരുന്നതെന്ന്, എനിക്ക് നാളെ വരെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ദുബായിൽ അവരെ വിളിച്ച് ഞാൻ ഈ ചോദ്യം കേൾപ്പിച്ചു കൊടുത്തു. ഉത്തരം പറയിച്ചില്ല. ഇവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ശബ്ദം അവർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനോടുള്ള ഒരു ടെൻഷനുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് അമ്മമാരുടെ സന്ധ്യകളെ എൻഗേജ് ചെയ്ത് വെക്കുന്നതിനകത്ത് വലിയ പങ്കുണ്ട്. കാരണം ആണുങ്ങൾ കവലയിൽ പോയും വട്ടം കൂടിയിരുന്നും കമ്പനി കൂടിയും അല്ലാതെയും ഒക്കെ പലതരത്തിൽ സോഷ്യലി ഇടപെട്ട് നിൽക്കുമ്പോൾ സന്ധ്യ സമയങ്ങൾ അല്ലെങ്കിൽ വലിയ വിരസമായി പോയേനെ ഇവരുടെ. ഒരുപാട് പേര് കാണാറുണ്ട്, ഇഷ്ടം പോലെ പേര് കാണാറുണ്ട്. അത് വലിയ പാടാണ്. നമ്മള് ഒരു 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന സീരിയലുകള് റേറ്റിംഗിൽ വീഴാതെ ഒരു 2.5 കൊല്ലം പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാ. ഒരു കഥയും ഒരേ ക്യാരക്ടേഴ്സും കഥയും കഥാപശ്ചാത്തലവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബ്രേക്കിനൊരു ട്വിസ്റ്റ്, തീരുമ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ ഒരു വലിയ ശ്രമകരമായ എഴുത്തുള്ളതാണ്. അപ്പോൾ എല്ലാ സീരിയലുകാർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ.